പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിൻ്റെ 9-ാം ദിവസം, ഫെബ്രുവരി 24 ചൊവ്വാഴ്ച. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെ വാക്യങ്ങൾ. ധനികനായ മനുഷ്യൻ്റെ കഥയാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത്. തിരുവചനം ഇങ്ങനെ തുടങ്ങുന്നു: ഒരു അധികാരി ഈശോയോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്നും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആത്യന്തികമായ ചോദ്യം ഇതാണ്: നിത്യജീവൻ നേടാൻ ഞാൻ എന്ത് ചെയ്യണം? എങ്ങനെ ജീവിക്കണം? എങ്ങനെ ചിന്തിക്കണം? എങ്ങനെ സംസാരിക്കണം? എല്ലാം നിത്യജീവൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റിയാൽ നമുക്ക് വേണ്ടാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും വേണ്ടത് മാത്രം ചെയ്യാനുമുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ കിട്ടും. ഈ നോമ്പ് കാലം ഈ ചോദ്യം കൂടുതൽ തീവ്രമായി നമ്മളോട് തന്നെ ചോദിക്കുന്നതിനുള്ള അവസരമാണ്. നിത്യജീവൻ അവകാശമാക്കാൻ, ദൈവത്തിലേക്ക് എത്താൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച അധികാരിയോട് ഈശോ പറയുന്നു, നീ കൽപ്പനകൾ പാലിക്കുക. അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ ചെറുപ്പം മുതലെല്ലാം പാലിച്ചിട്ടുണ്ട്. അയാൾ ചോദിക്കുന്ന ചോദ്യം തന്നെ ഇങ്ങനെയാണ്: നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അയാളോട് ഈശോ ഒരു മറുചോദ്യമാണ് ചോദിക്കുന്നത്: നല്ലവൻ എന്ന് നീ എന്നെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ലവൻ ദൈവം മാത്രമേ ഉള്ളൂ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈശോ ദൈവമാണെന്ന് എവിടെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ദൈവപുത്രനാണെന്ന് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? പല സന്ദർഭങ്ങൾ നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട ഉത്തരമായിട്ട് കണ്ടെത്താം. അതിലൊന്ന് ഈ ഒരു സന്ദർഭമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാരണം ഇതാണ്: ഈശോ പറയുന്നു, ദൈവം ഒരുവനല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. നീ എന്നെ എന്തുകൊണ്ടാണ് പിന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ഞാൻ ദൈവമാണെന്നും നല്ലവനാണെന്നും നീ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണോ നീ എന്നെ വിളിക്കുന്നത്? ആ തിരുവചന വരികളിലൂടെ നമ്മളൊന്ന് വായിച്ചാൽ, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിച്ചത്? ദൈവമാണെന്ന് നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നെ നല്ലവൻ എന്ന് വിളിച്ചത് എന്നാണ് ഒരു പക്ഷേ ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു തെളിവ് കൂടി നമ്മൾ കാണുന്നത് പിന്നീടുള്ള ഈശോയുടെ മറുപടിയിലാണ്. ഈശോ ഒരുപക്ഷെ ചിന്തിക്കുന്നു, ഈ മനുഷ്യൻ ഞാൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ആദ്യത്തെ ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന 3 പ്രമാണങ്ങളെക്കുറിച്ച് ഈശോ അവിടെ പറയുന്നില്ല. ഈശോ പറഞ്ഞു തുടങ്ങുന്നത് വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്. മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമങ്ങളെക്കുറിച്ച്, കൽപ്പനകളെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ദൈവമാണെന്നോ നേരത്തെ തന്നെ അറിഞ്ഞ ആ മനുഷ്യനോട്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നൊരു പക്ഷെ പറയേണ്ട ആവശ്യമില്ലെന്ന് ഈശോ കരുതിയിരിക്കാം. ഈശോ അവിടെ ആ മനുഷ്യനോട് സംസാരിച്ചപ്പോൾ ഈ തിരുവചന വാക്യങ്ങളിലൂടെ നമുക്കും വെളിപ്പെടുത്തി തരികയാണ്, ലോകത്തോട് മുഴുവൻ പറയുകയാണ്: ദൈവമായ ഞാൻ നല്ലവനാണ്, അല്ലെങ്കിൽ നല്ലവനായി കാണപ്പെടുന്ന, എല്ലാവർക്കും നന്മയും നല്ലതും ഉപകാരവും മാത്രം ചെയ്യുന്ന ഞാൻ പറഞ്ഞ ആ ഡെഫിനിഷൻ കൊണ്ട് തന്നെ ഞാൻ ദൈവമാണെന്ന് ഈശോ സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ മനുഷ്യനിലേക്ക് തിരിച്ചു വന്നാൽ ഇവനോട് പറയുന്നു, കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം നൽകരുത്. എല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളാണ് ഈശോ ഇവിടെ എടുത്ത് അവനോട് പറയുന്നത്. ഒരു പക്ഷേ അവൻ ദൈവത്തോട് നല്ല ബന്ധം പുലർത്തിയിരുന്നിരിക്കാം. അവന് സഹജീവികളോട്, ചുറ്റുമുള്ളവരോട്, മനുഷ്യരോടുള്ള ബന്ധത്തിലായിരുന്നിരിക്കാം കുറവ് വന്നത്. ഈശോ അതുകൊണ്ട് അവന് വേണ്ടത് എന്താണോ അത് എടുത്തു പറഞ്ഞ് അവനെ തിരുത്തുന്നു. ഈശോ എന്നിട്ട് പറയുന്നു, നിനക്ക് ഇനിയും ഒരു കുറവുണ്ട്. നീ പോയി നിനക്കുള്ള സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. പക്ഷെ അത് കേട്ട് അവൻ വിഷാദത്തോടെ തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അധികമുള്ള സ്വത്ത് ഒരു നന്മയല്ല, ഒരു കുറവായിട്ടാണ് ഈശോ എണ്ണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിനക്ക് ഇനിയും ഒരു കുറവുണ്ട്. ഈ നോമ്പ് കാലത്ത് നമ്മൾ സ്നേഹമുള്ളവരെ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ഇതാണ്: നമ്മൾ എത്ര നന്നായി ജീവിക്കാൻ ശ്രമിച്ചാലും മാനുഷികമായ രീതിയിൽ നമുക്ക് ഇനിയും തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. മാറ്റപ്പെടാത്ത എന്തെങ്കിലും ഓരോ കുറവുകളുണ്ട്. ആ കുറവുകൾ എന്താണെന്ന് ഈശോ നമ്മളോട് വ്യക്തിപരമായി പറയുന്നത് കേൾക്കാൻ നമ്മൾ ഈശോയ്ക്ക് നമ്മുടെ കാത് കൊടുക്കണം. ഈശോ ഈ അധികാരിയോട് അവന് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. നമുക്ക് വേണ്ട കുറവ് എന്താണെന്ന് പറഞ്ഞ് പരിഹരിക്കുന്ന ആ ഈശോയുടെ സംസാരം കേൾക്കാൻ നമുക്ക് ഓരോ ദിവസവും ഈ നോമ്പ് കാലത്ത് ഈശോയ്ക്ക് ചെവി കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. അല്ലെങ്കിൽ നമ്മളും എല്ലാം നേടിയിട്ട് ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ പഠിക്കൽ കലമുടയ്ക്കുന്നവരായി നമ്മൾ ഈശോയിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നവരായി മാറാൻ ഇടവരാതിരിക്കട്ടെ.
എല്ലാ പ്രമാണങ്ങളും പാലിച്ചിട്ടും തൻ്റെ സ്വത്തിനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതിരുന്ന ആ മനുഷ്യൻ സങ്കടത്തോടെ തിരിച്ചു പോയപ്പോൾ അവൻ ഈശോയേക്കാൾ വലുത്, ദൈവത്തെക്കാൾ വലുത് ആ സ്വത്തായിരുന്നുവെന്ന് അവൻ വീണ്ടും തെളിയിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ, ജീവിതത്തിൽ ഏതാണ് ഏറ്റവും വലിയ സ്വത്ത്? നമ്മുടെ കുടുംബമോ, നമ്മൾ നേടിയ സമ്പത്തോ, നമ്മുടെ പദവികളോ, നമ്മുടെ സ്ഥാനമാനങ്ങളോ ഒന്നും ഈശോയേക്കാൾ വലിയ സ്വത്താകാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ആയി കാണുന്ന ആ ഒരു ചിന്ത മനസ്സിൽ വരാതിരിക്കാനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോയാണ് ഏറ്റവും വലിയ സമ്പത്തെന്നറിയാം. നമ്മളിൽ നിന്ന് കണ്ടെത്താനുള്ള ആ കുറവുകൾ ഏതാണെന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ.